ആരും പേടിക്കേണ്ട, 18+ അല്ല. ഈ വീഡിയോ ഞങ്ങളുടെ ഡേ ഔട്ടിന്റെ സെക്കൻഡ് പാർട്ടാണ്. തലേദിവസം സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് പോയി. അടുത്ത കഥ ഇനി അവിടെയാണ്. കണ്ണാടി കണ്ട അപ്പൊ വീഡിയോ എടുക്കണം, അതെന്തൊരു അസുഖമാണെന്ന് തോന്നുന്നുണ്ട്. സായിന്റെ മൊത്തം ഇൻട്രസ്റ്റ് കണ്ടു. സ്കൂളിൽ പോകാനാണെങ്കിൽ എത്ര ഇൻട്രസ്റ്റ്. അത് പിന്നെ നമ്മളും പണ്ട് അങ്ങനെയായിരുന്നല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങളിവിടെ ആലപ്പുഴയിലെത്തി ഗൈസ്. ഡേ ഔട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എവിടേക്കാ പോണെന്ന് എനിക്ക് ശരിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതായിരുന്നു പ്ലേസ് എന്ന്. അത് പണ്ട് അങ്ങനെയായിരുന്നു. എന്നോട് ഡ്രസ്സ് മാറിയിരിക്കാൻ പറയും, ഞാൻ ഡ്രസ്സ് മാറിയിരിക്കും. എങ്ങോട്ടാ പോണെന്നൊന്നും അറിയില്ല, എന്നാലും കൂടെ ഇറങ്ങിപ്പോവും. ഇന്നത്തെ ഡേ ഔട്ടിന് തിരഞ്ഞെടുത്ത സ്ഥലം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്നെക്കാൾ കൂടുതൽ സായുവിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. എൻ്റെ പൊസസീവ്നെസ് ഒട്ടും ഇല്ലാത്ത കിട്ടിയവൻ ഈ ഒരു പ്രൈവറ്റ് വില്ലയിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, ഇവിടെ നിനക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാമെന്ന്. പോയാലോ തിരിച്ച് കുറച്ചു നേരം റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അപ്പം എന്നാൽ പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന്. ഇത് കുറച്ച് ഉള്ളേരിയ ആയ കാരണം അത്ര നല്ല ഹോട്ടലുകളൊന്നും അടുത്തുണ്ടായിരുന്നില്ല. എന്നെ മടിച്ചാക്കുന്നത് ഈ മുതലാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് നല്ല മടിയാണ്. ഫുഡൊക്കെ കഴിച്ചു വന്നു. ഇനി ഞങ്ങളുടെ റെസ്റ്റ് ടൈമാണ്. റെസ്റ്റ് ടൈമെന്നോ പ്ലേ ടൈമെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ആഗ്രഹിച്ച കുറച്ച് നിമിഷങ്ങളായിരുന്നു ഇത്. ഞങ്ങളുടേത് മാത്രമായ കുറച്ച് സമയങ്ങൾ. അപ്പൊ ഈ ജമ്പോട് വഴി നമ്മുടെ ഡേറ്റ് അവസാനിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് സെൻട്രൽ മാളിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ.